ആ രാത്രിയിൽ ചില അടയാളങ്ങൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ആ രാത്രി നമ്മുടെ ശരീരത്തെ അടയാളം ഉണ്ടാകും, അതുപോലെ നമ്മുടെ പരിസരത്ത് അന്തരീക്ഷത്തിൽ ചില അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പരിശോധിച്ചാലോ? എന്നിട്ട് നിങ്ങൾ കമന്റ് ഇടണേ, നിങ്ങൾക്ക് ആ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് അറിയാനും ഒരു 11 അടയാളങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ഒരൊറ്റ ദുആ, ഒരു 3 വരിയുള്ള ഒരു കുഞ്ഞു ദുആ, ആ ദുആ പറഞ്ഞാൽ മൺതരികൾക്ക്, കല്ലുകൾക്ക് സമാനമായി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകും. ഏതാണ് ആ ദുആ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഇത് അവസാനം വരെ കാണണം. അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധമായ റമളാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അനുകൂല സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ പടച്ചവനെ, ഈ പരിപാവനമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു സൽക്കർമ്മം റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. 27-ാം രാവെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മുടെ നാടുകളിലൊക്കെ, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മത്ത് 27-ാം രാവിന് പ്രത്യേക മഹത്വം കൽപ്പിക്കുകയും അതിലൊക്കെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നവരാണ്. അൽഹംദുലില്ലാഹ്, ഇന്നലത്തെ രാത്രി നമ്മൾ സജീവമാക്കിയിരുന്നു. അള്ളാഹു നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 21-ാം രാവ്, 23 രാവ്, 25-ാം രാവ്, 27-ാം രാവ്, ഇനി വരുന്ന 29-ാം രാവ്, ഈ ഒറ്റ രാവുകളിലാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നത്. അപ്പോ ഈ 27-ാം രാവ് ഇപ്പൊ കഴിഞ്ഞു, പിന്നെ 25-ാം രാവ് കഴിഞ്ഞു, 23 കഴിഞ്ഞു, 21, ഇനി ഒരു രാവ് കൂടിയാണ് നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട ഒരു രാവ്, 29-ാം രാവ്. അത് ഇൻഷാ അല്ലാഹ് വരികയാണ്. ഈ ലൈലത്തുൽ ഖദ്ർ ഒരു മനുഷ്യന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവനിക്ക് ചില അടയാളങ്ങൾ അവന്റെ ശരീരത്തിലും അവന്റെ ചുറ്റുപാടിലും ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഏതോ ആണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ചിലപ്പോ നമുക്ക് ഇന്നത്തെ പകലിൽ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 25-ാം രാവിലായിരിക്കാം അനുഭവപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ 23 അല്ലെങ്കിൽ 21 ആ ഒരു സമയം, ചിലപ്പോൾ ഇനി 29-ാം രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇത് അനുഭവപ്പെടുക. ഒരു 11 അടയാളങ്ങൾ മഹത്തുക്കളായ ആളുകൾ നമുക്ക് ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്കും അതുപോലെ അന്നത്തെ ആ ഒരു പ്രകൃതി, അന്നത്തെ അയാളുമായി ബന്ധപ്പെട്ട ചുറ്റുപാടിനും ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനെ അവനിക്ക് അറിയാൻ സാധിക്കും, ഉൽജത്തുൻ സ്വാഫിയ, തെളിഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും അന്ന് അവനിക്ക് അനുഭവപ്പെടുക. അതായത് 27-ാം രാവ് ഇന്നലെ ആയിരുന്നു. ഇന്നലത്തെ രാത്രി നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, ലൈലത്തുൽ ഖദ്റിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ആ രാവിന്റെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ അന്നത്തെ രാത്രി ഒരു തെളിഞ്ഞ രാത്രിയായിരിക്കും. സംഭവം ചന്ദ്രൻ ഉണ്ടാവില്ല, ചന്ദ്രൻ ഇപ്പോൾ ഉദിക്കുന്ന സമയമല്ല, ചന്ദ്രനില്ല. പക്ഷെ ചന്ദ്രൻ ഇല്ല എങ്കിലും നിലാവ് ഇല്ല എങ്കിലും ആ നിലാവ് ഉള്ളത് പോലോട്ട ഒരു പ്രകാശം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ്. അതിന് കാരണമായി പറയുന്നത്, കഅബയുടെ മുകളിലേക്ക് ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങുന്നത് കഅബയുടെ മുകളിലൂടെയാണ്. കഅബയുടെ ആ ഒരു മുകളിലൂടെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി ഭൂമിയുടെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും മലക്കുകൾ ഇങ്ങനെ പോകുമെന്നാണ്. തിരിച്ചു കയറുന്നതും ആ ഒരു വഴിയാണ്. അപ്പൊ മലക്കുകളുടെ ഇറക്കവും കയറ്റവുമുള്ള ആ പരിശുദ്ധമായ കഅബയുടെ മുകൾ, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കൊണ്ട് മുഴുവൻ സ്ഥലത്തും ഇങ്ങനെ പ്രകാശമുണ്ടാകുമെന്നാണ്. ചന്ദ്രൻ ഇല്ല എങ്കിലും ആ ചന്ദ്രന്റെ ഒരു പ്രകാശം പോലെ നമുക്ക് അനുഭവപ്പെടും എന്ന് മഹത്തുക്കളായ ആളുകൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 27-ാം രാവിനായിരുന്നോ അല്ലെങ്കിൽ 25-നായിരുന്നോ 23-നായിരുന്നോ ഇനി വരുന്ന 29-നാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാര്യം ശ്രദ്ധിച്ച ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ഒരുപക്ഷെ തിരിഞ്ഞിട്ടുണ്ടാകും. രണ്ടാമത്തേത് സാക്കിനത്തുൻ സാജിദ, സമാധാനപരമായ ഒരു രാത്രിയായിരിക്കും എന്നാണ്. ഇലകൾ പോലും അനങ്ങുന്നത് വളരെ ലഘുവായിട്ട്, അത്രമാത്രം ഇലകൾ, പച്ചയായ എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അതിശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഈ ഇലകളൊക്കെ പതിയെ അനങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ നല്ല പ്രകാശം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം പറയുന്നത് എല്ലാ വർഷവും
ലൈലത്തുൽ ഖദർ ഒരേ രാവിലായിരിക്കുമെന്നാണ്. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്, അതെല്ലാം മാറി മാറി വരും എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. 83 വർഷവും 4 മാസം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത മനുഷ്യന്റെ പ്രതിഫലമാണ്. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന്, അതിന്റെ പുണ്യം ഞങ്ങൾക്ക് മുഴുവനും നൽകണേ അല്ലാ, ആമീൻ. മൂന്നാമതായി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു അടയാളം, ലാ ഹാറത്തുൻ വലാ ബാരിദ, അധികമായി ചൂടും ഇല്ല അധികമായി തണുപ്പുമില്ല, അങ്ങനെ ഒരു സമ്മിശ്രമായ ഒരു അന്തരീക്ഷമായിരിക്കും, കാലാവസ്ഥയായിരിക്കും എന്തിനുണ്ടാവുക, ആ ലൈലത്തുൽ ഖദറിന്റെ രാവിന് ഉണ്ടാവുക. പിന്നെ കാണാം കാന ഫീഹാ ഖർറൻ സാത്തിഅ, ചന്ദ്രൻ, സംഭവം ചന്ദ്രനില്ല, പക്ഷെ ചന്ദ്രൻ ഉദിച്ചതുപോലെ നമുക്ക് തോന്നുന്ന തരത്തിൽ നല്ലൊരു പ്രകാശം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ്. അതിന്റെ കാരണം പറഞ്ഞു, മലക്കുകൾ വരുന്നു, മലക്കുകൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ അടുക്കൽ വരുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. മലക്കുകളുടെ സഞ്ചാരം കാരണം, അവരുടെ ചിറകടി കാരണം അന്തരീക്ഷം മുഴുവനും ഒരു പ്രകാശം ആയിരിക്കും എന്ന് നമുക്ക് കിതാബിൽ കാണാം. പിന്നെയോ വലാ യഹില്ലു ലിനജ്മിൻ അൻ യുർമാ ബിഹി തിൽക്കൽ ലൈല, അതായത് ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ കൊള്ളിമീനുകൾ അല്ലെങ്കിൽ വാൽ നക്ഷത്രങ്ങൾ അതൊന്നും ഉണ്ടാവില്ല. ഈ കൊള്ളിമീനും വാൽ നക്ഷത്രമൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതൊക്കെ പിശാചിനെ എറിയപ്പെടുന്ന വസ്തുക്കളാണ്. ഈ കൊള്ളിമീൻ അതുപോലെ തന്നെ വാൽ നക്ഷത്രം അതൊന്നും ഉണ്ടാവില്ല. പിശാചിന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ മലക്കുകൾ ഇങ്ങനെ മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആകാശത്ത് നോക്കിയാൽ നക്ഷത്രങ്ങൾ വളരെ മങ്ങിയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ നമുക്ക് ഏത് രാത്രിയാണോ അനുഭവപ്പെട്ടിട്ടുള്ളത് ആ രാത്രിയായിരിക്കും, അല്ലെങ്കിൽ ആ രാത്രിയായിരുന്നു ലൈലത്തുൽ ഖദർ ഉണ്ടായിരുന്നത്. പിന്നെയോ വീണ്ടും നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കളായ ആളുകൾ പറയുന്നുണ്ട്, മറ്റൊരു അടയാളമാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഒരു മനുഷ്യൻ അവൻ ദുആ ചെയ്യുമ്പോൾ, ഒരാൾ ദുആ ചെയ്യുന്ന സമയത്ത് അവനക്ക് ഒരു വിറങ്ങൽ, ഒരു കോരിത്തെരിപ്പ് ഉണ്ടാകുമെന്നാണ്. ദുആ ചെയ്യുന്ന സമയത്ത് പഠിച്ചോനെ എന്നൊക്കെ പറയുമ്പോൾ ആ ആത്മാർത്ഥത ഇങ്ങനെ വന്നിട്ട് ഒരു കോരിത്തെരിപ്പ് ഉണ്ടാകും. അതെന്താ, ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾ ഇങ്ങനെ നമ്മുടെ അടുക്കൽ വന്നിട്ട് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുആ, പഠിച്ചോനെ ഇയാളുടെ ദുആ നീ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ആമീൻ പറയുന്ന സമയത്ത്, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ഒരു കോരിത്തെരിപ്പ് ഉണ്ടാവുക. അത് ഏത് രാത്രിയായിരുന്നു നമ്മൾ അങ്ങനെ ദുആ ചെയ്തപ്പോൾ നമുക്കൊരു കോരിത്തെരിപ്പ് ഉണ്ടായിട്ടുള്ളത്? അന്നായിരിക്കും ഒരു പക്ഷേ ലൈലത്തുൽ ഖദർ. ഒരു പക്ഷേ ഈ പറയുന്ന അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ, മറന്നു പോകരുത്. ചിലപ്പോൾ ഇനി 21-ാം രാവിലായിരിക്കും ഉസ്താദ് ഞാനിങ്ങനെ ദുആ ചെയ്തപ്പോൾ എനിക്കൊരു കോരിത്തെരിപ്പുണ്ടായി, പിന്നെ അന്തരീക്ഷത്തിൽ നോക്കിയപ്പോൾ നല്ല പ്രകാശമുണ്ടായി. അങ്ങനെ നിങ്ങൾക്ക് ഏത് രാവിലാണ്, ഇനി ചിലപ്പോൾ ഇന്നലെ 27-ാം രാവിലായിരിക്കാം, അല്ലെങ്കിൽ 25-ാം രാവിനാവാം, അല്ലെങ്കിൽ 23-ാം രാവിനാവാം, ഏത് സമയത്തും ആവാൻ സാധ്യതയുണ്ട്. ഇനി വരുന്ന ചിലപ്പോൾ 29-ാം രാവിനുമായിരിക്കാം സാധ്യതയുണ്ട്. അപ്പൊ ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള രാവ് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്ത് നമുക്കറിയാമല്ലോ. ഭൂരിഭാഗം ആളുകൾക്കും ഏതായിരിക്കും ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവുക എന്ന്. അപ്പൊ അന്നത്തെ രാത്രി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്കൊരു കോരിത്തെരിപ്പ് ഉണ്ടാകും. പിന്നെയോ ഏത് കഠിന ഹൃദയനാണെങ്കിലും, എത്ര പാപം ചെയ്തവരാണെങ്കിലും, അവൻ അന്നത്തെ രാത്രി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നവരാണെങ്കിൽ അവനിക്ക് നല്ല ഒരു റാഹത്തുണ്ടാകും. പടച്ചോൻ എനിക്ക് പുറത്തു തരും എന്നുള്ള ഒരു തോന്നലുണ്ടാകും. ഏത് കഠിന ഹൃദയനാണെങ്കിലും അവനിക്ക് ഒരു തുള്ളി കണ്ണുനീരിറ്റിക്കാൻ അവനെ കൊണ്ട് സാധിക്കുമെന്നാണ്. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാഹ് എറണാകുളം പള്ളിയിലൊക്കെ റമദാൻ 21 മുതൽ എല്ലാ ദിവസവും 21-ാം രാവ്, 22, 23, 24, 25, 26, 27-ാം രാവ് കഴിഞ്ഞു, ഇന്ന് 28-ാം രാവാണ്. ഇന്നും ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ഇഅ്തികാഫ് ഉണ്ട്. ഇങ്ങനെ 10 ദിവസം തുടർച്ചയായി ഇഅ്തികാഫ് ഉള്ള പള്ളികളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ദ്വാരക്കുമ്പോൾ എത്രയോ ആളുകളാണെന്ന് പറയാം പൊട്ടിക്കരയുന്നത്. എത്രയോ ആളുകളാണ് ആ ഒരു നമ്മുടെ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്തു. അതായത് തൗബയുടെ മജ്ലിസ് ഉണ്ടായിരുന്നു. ഒരു 9:45 നമ്മുടെ പള്ളിയിൽ തറാവീഹിന്റെ പരിപാടിയൊക്കെ തീരും. തറാവീഹും വിത്റും ഒക്കെ നിസ്കരിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോകും. പിന്നെ ഒരു 11 മണിയോടുകൂടി പോയ ആളുകളൊക്കെ പായും തലേണയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് 11 മണിക്ക് നമ്മൾ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി പള്ളിയിൽ ഇരുന്നിട്ട് പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്യുക, ദിക്റിന്റെ മജ്ലിസ് കുറച്ച് ദിക്ർ ചൊല്ലി, പിന്നെ അസ്മാഉൽ ഹുസ്നയൊക്കെ ഓതി, നമ്മൾ ചെറിയൊരു ദുആ ഓതി, ഏകദേശം 12:30 നമ്മൾ എന്ത് ചെയ്യും, തസ്ബീഹ് നമസ്കാരവും അതുപോലെ ദുആയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ ആളുകളെ വിടും. ഒരു 12:30 നമ്മൾ കിടക്കാൻ ആളുകൾ വിട്ടാൽ പിന്നെ 12:30 കഴിഞ്ഞ് പിന്നെ 1 മണി, 2 മണി, 2:30, 2:45 ആകുമ്പോൾ ആളുകളെ വിളിക്കും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് വുളൂഒക്കെ എടുത്ത് ഫ്രഷായി വന്നിട്ട് പിന്നെ ഒരു 3 മണി, 3:10 ആകുമ്പോൾ നമ്മൾ ഖിയാമുൽ ലൈൽ മൊത്തം നമ്മൾ 8 റക്അത്ത് ഖിയാമുൽ ലൈൽ നിസ്കരിക്കും. പിന്നെ 3 റക്അത്ത് നമ്മൾ വിത്റും കൂടി നിസ്കരിച്ച് ഏകദേശം ഒരു 4 മണി ആകുന്ന ആ ഒരു സമയം വരെ നമ്മുടെ നിസ്കാരത്തിലാണ്.
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഒരു 4:30 വരെ പിന്നെ നല്ല രൂപത്തിൽ ദ്വാരക്കും. മലയാളത്തിലും അറബിയിലൊക്കെ നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇന്നലെ അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി തൗബയൊക്കെ മജ്ലിസ് ഉണ്ടായിരുന്നു. അല്ലാഹു തആല ഇതൊക്കെ സ്വീകരിച്ചാൽ മതി. പഠിച്ച റബ്ബ് നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് എത്രയോ ആളുകളാണെന്ന് പറയുക പൊട്ടിക്കരയുന്നത്. ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്കും എന്താ വല്ലാത്തൊരു ഫീലിംഗ് ആണ് വരുന്നത്. അപ്പൊ അതാണ് ലൈലത്തുൽ ഖദ്ർ കിട്ടിയ ആളുകളുടെ അടയാളം പറയുന്നത്. ഏത് വലിയ കഠിന ഹൃദയനാണെങ്കിലും അവനിക്ക് കരച്ചിൽ വരുമെന്നാണ് അന്നത്തെ രാത്രി അവൻ ദുആ ചെയ്യുമ്പോൾ. അല്ലാഹു തആല അങ്ങനെ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പിന്നെ പറയുന്ന ഒരു അടയാളം എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി കടൽ വെള്ളത്തിന് അമ്ല സാന്ദ്രത, അത് ഉപ്പ് രസം വളരെ ഒരു കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെയോ നായകളുടെ കരച്ചിൽ അല്ലെങ്കിൽ കഴുതയുടെ അലർച്ച അതൊക്കെ എന്താണ് കുറവായിരിക്കും. പട്ടികളൊക്കെ ഒരു ശാന്തമായ, ഇപ്പൊ നമ്മുടെ തെരുവുനായകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു ശാന്തമായി തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാം. പിന്നെയോ 11ാമത്തെ അടയാളമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അന്ന ശംസ തത്ലുഉ സുബീഹതഹ ലാ ശുആഅ ലഹാ, അതിന്റെ കിരണങ്ങളൊന്നും മങ്ങിയിട്ടുണ്ടാകും. എന്താ കാരണം? ഈ മലക്കുകളുടെ പോക്കുവരവ് കാരണം സൂര്യന്റെ പ്രകാശത്തിന് പോലും കുറച്ച് മങ്ങ്, അതായത് സൂര്യൻ ഇന്നത്തെ ദിവസം മൊത്തവും മങ്ങിയിട്ടുണ്ടാകും എന്നല്ല പറഞ്ഞത്. ആ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് സാധാരണ ദിവസം ഉദിച്ചു വരുമ്പോഴുള്ള പ്രകാശം പോലെയല്ല, കുറച്ച് മങ്ങിയിട്ടായിരിക്കും പ്രകാശം ഉണ്ടാവുക. കിരണങ്ങൾ കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സൂര്യനെ കണ്ടാൽ അതിന്റെ തലേ രാത്രിയായിരുന്നു ലൈലത്തുൽ ഖദ്ർ എന്ന് നമുക്ക് മനസ്സിലാകും. കഅന്നഹൽ ഖമറു ലൈലത്തുൽ ബദർ, 14ാം രാവിലെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു ഫീലിംഗ് ആയിരിക്കും സൂര്യനെ കാണുമ്പോൾ ഉണ്ടാവുക എന്ന് മഹത്തുക്കളായ ആളുകൾ പറഞ്ഞു തരുകയാണ്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞ ആ പകലിൽ ഇതുപോലുള്ള ചില അടയാളങ്ങൾ ഉണ്ടാകും. പിന്നെ അന്നത്തെ രാത്രിയും ചില അടയാളങ്ങൾ ഉണ്ടാകും. ഇത് ചിലപ്പോൾ അടയാളങ്ങളാണ്, ചിലപ്പോൾ ഇത് അല്ലാതെയും ഒരു പക്ഷേ ലൈലത്തുൽ ഖദ്ർ ഏതെങ്കിലും ദിവസമായേക്കാം, അല്ലാഹു ആലം. അപ്പോൾ എന്നാണെന്ന് നമുക്കറിയില്ല. എന്നാണെങ്കിലും പടച്ച റബ്ബേ ഞങ്ങൾക്ക് ആ പ്രതിഫലം നീ തരണേ അല്ലാ എന്ന് നമ്മൾ എപ്പോഴും ദ്വാരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഇനി ഏതാനും ദിവസങ്ങൾ എന്ന് പറയാനില്ല, ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മളിൽ ഉള്ളത്. വിശുദ്ധമായ റമദാൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. വിട പറയാൻ ഒരുങ്ങുകയാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇനി ഇന്നത്തെ തറാവീഹ്, പിന്നെ നാളത്തെ തറാവീഹ്, ഇതൊന്നും ശ്രദ്ധിക്കാത്ത പല ആളുകളുമുണ്ട്. 27ാം രാവ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, പിന്നെ എന്താണ് ഇനി പെരുന്നാളാവട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടല്ല. ഇന്നത്തെ രാത്രി, അതുപോലെ തന്നെ 29ാം രാവ്, ഇതൊക്കെ നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. അപ്പോൾ അവസാനം കൊണ്ടുപോയി കലം ഉടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. 27ാം രാവ് കഴിഞ്ഞാൽ പിന്നെ ഇനി കഴിഞ്ഞു, ഇനിയിപ്പോ ഇന്നലെ രാത്രി ഇബാദത്തൊക്കെ ചെയ്തല്ലോ, ഇനി ചെയ്യണ്ട എന്ന് വിചാരിച്ച് ആരും മാറി നിൽക്കരുത്. ഇതൊക്കെ നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. 27ാം രാവ് കൊണ്ട് ഇബാദത്ത് മതിയാക്കിയെന്നും പോവാൻ നിൽക്കണ്ട. കാരണം 27ാം രാവിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഉറപ്പായിട്ടൊരു ഹദീസിലുമില്ല. ആയേക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ 29ാം രാവാവാം. അപ്പൊ ഇനി വരുന്ന രാവുകളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഇബാദത്ത് ചെയ്യാൻ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇനി ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഒരു ചെറിയ ദുആ പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത അമലുകളും കഴിഞ്ഞ മുമ്പ് ചെയ്ത അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിച്ച് നമുക്ക് സ്വർഗപ്രവേശനം തരാനും ഒരുപാട് ഗുണങ്ങൾ, അതായത് മുഴുവൻ കല്ലുകൾക്കും മണൽത്തരികൾക്കും പകരമായി നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കാനും ഒക്കെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാനും ഈ ഒരു ദുആകാരം ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഏതാണ് ദുആ? അല്ലാഹുമ്മ തുഹിർനി ഫീഹി മിനദ്ദനസി والأقدار وصبرني على كائنات الأقدار ووفقني للتقى والصحبة الأبرار بعونك يا قرة عين المساكين. എൻ്റെ പൊന്നുസ്താദ് ഇത് വലുതാണല്ലോ, ചെറുതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി പതിയെ ഓതിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ ഒന്ന് പൗസ് നോക്കിയിട്ട് ആ പതിയെ ഒന്ന് ഓതി നോക്കിയാൽ മതി. ഒന്നുകൂടെ പറയാം. അല്ലാഹുമ്മ തുഹിർനി ഫീഹി മിനദ്ദനസി വല്ലഖ്ദാർ. അല്ലാഹുവേ, എല്ലാ അഴുക്ക്, എല്ലാ മ്ലേച്ഛത്തരം മോശത്തരത്തിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ശുദ്ധി തരണേ അല്ലാ, എനിക്ക് നീ ശുദ്ധി തരണേ അല്ലാ. വസുബ്ബിർനി അലാ കായിനാത്തിൽ അഖ്ദാർ. നീ തരുന്ന പരീക്ഷണങ്ങളിൽ റബ്ബേ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ നീ തരണേ അല്ലാ. വവഫിഖ്നി ലിത്തുഖാ വസ്സുഹ്ബത്തിൽ അബ്റാർ.
അബ്റാർ, റബ്ബേ തഖ്വ തരണേ അല്ലാ. 27-ാം രാവ് കൊണ്ട് എല്ലാം കഴിഞ്ഞു പോവലല്ല, ഇനിയുള്ള ദിവസങ്ങളിലും തഖ്വ തരണേ അല്ലാ. സ്വാലിഹീങ്ങളായ ആളുകളുടെ മലക്കുകളുടെ സാമീപ്യം തരണേ അല്ലാ. ബിഔനിക, നിന്റെ ഔദാര്യം, നിന്റെ വിശാലമായ നന്മ കൊണ്ട്, ഔദാര്യം കൊണ്ട് ഇതൊക്കെ നീ തരണേ അല്ലാ. യാ ഖുർറത ഐനിൽ മസാഖീൻ, മിസ്കിന്മാരുടെ, പാവപ്പെട്ടവരുടെ കൺകുളിർമയായ റബ്ബേ, ഈ പറഞ്ഞ കാര്യങ്ങൾ 3 കാര്യം. ഒന്നാമത്തേത് എല്ലാ അഴുക്കുകൾ, അതായത് പാപങ്ങളിൽ നിന്നുള്ള മോചനം തരണം, ശുദ്ധീകരണം തരണം. അതുപോലെ തന്നെ എല്ലാ പരീക്ഷണങ്ങൾ തരുകയാണെങ്കിൽ അതിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ തരണം. പിന്നെയോ തഖ്വ വേണം. 3 കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യം കൂടി പറയാം, ഒന്നുകൂടി എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹുമ്മ തുഹിർനി ഫീഹി മിനദ്ദനസി വൽ അഖ്ദാർ വസബ്ബിർനി അലാ കായിനാതിൽ അഖ്ദാർ വവഫിഖ്നി ലിത്തുഖാ വസ്സുഹ്ബത്തിൽ അബ്റാർ ബിഔനിക യാ ഖുർറത ഐനിൽ മസാഖീൻ. ഈ ഒരു ദുആ ഒരു 3-4 വരിയേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊരൊറ്റ പ്രാവശ്യം നിങ്ങൾക്ക് നോക്കി ഓതിയാൽ മതി. ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ ഈ ഒരു പ്രതിഫലം കിട്ടും. എന്ത്? ഉഅ്തിയ ബികുല്ലി ഹജറിൻ വ മദരിൻ ഹസന, എല്ലാ കല്ലുകൾക്കും മൺതരികൾക്കും പകരമായി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കൂലി കിട്ടും എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂലിയുണ്ടെന്നാൽ. ദറജത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി ഉണ്ടെന്നാൽ. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി വേണം നമ്മൾ ഇബാദത്തുകൾ ചെയ്യാൻ. ഇനി 29-ാം രാവിലും ഒരു പക്ഷേ നമുക്ക് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്നാണോ ലൈലത്തുൽ ഖദ്ർ, അതിന്റെ പുണ്യം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാന്റെ അവസാനം പറയുന്ന ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, അത് ഒരുപാട് വട്ടം ഇനി ആവർത്തിച്ചു പറയുക. പിന്നെ സ്വലാത്ത്, അതുപോലെ തന്നെ റമളാനിന്റെ പോരിശയേറിയ ഈ ഒരു സമയത്ത് ഒരുപാട് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ഒരുപാട് ദ്വാരക്കുക. അതുപോലെ തന്നെ ഇന്നലെയൊക്കെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട്, കൂട്ടമായി ഒറ്റക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ദ്വാ അള്ളാഹു സ്വീകരിച്ചാൽ മതി. പടച്ച തമ്പുരാൻ നമ്മുടെ ദ്വാകളെ കബൂലാക്കട്ടെ. ഈ റമളാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു അവരുടെ എല്ലാ കാര്യവും അള്ളാഹു ഏറ്റെടുത്ത് നടത്തി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.